നമ്മൾ കണ്ണൂർക്കാരുടെ ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ഗരം മസാലയുണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്ത്. നമ്മുടെ കറികളിലൊക്കെ നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഗരം മസാലയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് വലിയ ജീരകമാണ് കേട്ടോ. അത് പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല, ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ ഗരം മസാല ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഏലക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 4 വയനയില എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ പട്ട പൊട്ടിച്ചത്. പട്ട പൊട്ടിച്ചിട്ട് ഒന്ന് സ്പൂണിൽ എല്ലാം ഒരേ സ്പൂണിൽ തന്നെ അളന്നെടുത്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിലുള്ള സ്പൂണാണ്. പിന്നെ 3 സ്റ്റാർ അനീസും ഒരു 1/2 ടേബിൾ സ്പൂൺ മെയ്സും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗ്രാമ്പും ഞാൻ 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അളവുകൾ കൃത്യമായിട്ട് എടുക്കുക കേട്ടോ, അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. പിന്നെ ഒരു ജാതിക്കയുടെ പകുതിയും കൂടെ ഞാനൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ വറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഇത് കേടാവാതെ സൂക്ഷിക്കാനും ഇങ്ങനെ വറുത്തെടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഓരോ വീട്ടിലും ഗരം മസാല ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. നല്ല പെർഫെക്റ്റ് മണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിൽ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഗരം മസാലയാണ്. നമ്മൾ എല്ലാ കറികൾക്കും ഉപയോഗിക്കുന്ന ഇതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ബിരിയാണി വെക്കും, ബിരിയാണി മസാലയല്ല, ഈ ഒരു ഗരം മസാലയാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ബിരിയാണിക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യണേ. താങ്ക്